98% വരുന്ന ആളുകൾ ക്രിസ്ത്യാനികളായിട്ട് മാറിയിരുന്നു. ആ മാറിയ ആളുകളെല്ലാം തിരിച്ചുപോയി, അവരെല്ലാം മുസ്ലിമായി. കാരണം എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില ഹിന്ദുക്കളെ കിട്ടും. അവസാനം ഇദ്ദേഹത്തിന്റെ കൈവെട്ടികളെയാണ് തീവ്രവാദികളായിട്ടുള്ള ആളുകൾ. എവിടെയായിരുന്നു കേരളത്തിലെ ക്രൈസ്തവ സഭ? ആർച്ച് ബിഷപ്പും മറ്റൊരു വൈദികനും തമ്മിൽ തർക്കം. ആ വൈദികന് സഹായപത്രനാക്കിയില്ല എന്നുള്ളതാണ് തർക്കത്തിന്റെ തുടക്കം. ഈ ആരാധനയുടെ പേരിൽ ചില ആളുകൾ പണം വാങ്ങിച്ച് നടത്തുന്ന ചില കുൽസിത പ്രവർത്തനം. ക്രിസ്ത്യാനികൾ തന്നെയായിട്ട് ജീവിക്കണം, അവർ പള്ളിയിൽ സ്ഥിരമായിട്ട് പോകണം, അവർ മറ്റുള്ളവരായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ പാടില്ല. ലോകം മുഴുവൻ ഇസ്ലാമിക ഭീകരതയെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പലപ്പോഴും ഈ ക്രൈസ്തവ ഭീകരതയെ കുറിച്ചിട്ട് വിസ്മരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം അങ്ങനെ അത്തരത്തിലുള്ളൊരു ഇവാഞ്ചലിസ്റ്റ് ഭീകരത നമ്മളെ നാട്ടിൽ ലോകമെമ്പാടും ഉണ്ടോ? ഇപ്പം ഡൊണാൾഡ് ട്രംപൊക്കെ കഴിഞ്ഞ ദിവസം ഇന്ത്യയും ചൈനയൊക്കെ വിളിച്ചത് നരകക്കുഴി എന്നാണ്, ഹെൽ ഹോൾ എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഒരു ഇവാഞ്ചലിസ്റ്റ് ഭീകരതയുടെ ഭാഗമാണോ? അതിന്റെ ഭാഗം തന്നെയാണ്. കാരണം ഇവാഞ്ചലൈസേഷൻ 2000 പൂർത്തീകരിക്കാനാണ് അവർ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ നിർഭാഗ്യവശാല് ഈ ക്രിസ്ത്യാനിറ്റിയുടെ പലപ്പോഴും അടിസ്ഥാനപരമായിരിക്കുന്ന അതിൻ്റെ ബേസ് വളരെ ദുർബലമാണ്. ഈ ദുർബലമായിട്ടുള്ള ബേസിന്റെ പേരിൽ, കാരണം ഇതിൽ സെമിറ്റിക് മതമാണ്, സെമിറ്റിക് മതങ്ങളുടെ വേറെ സവിശേഷത അതല്ലാതെ കൊണ്ട് മറ്റൊന്നിനെ അവർക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് ക്രിസ്ത്യാനിറ്റി ആയാലും കൊള്ളാം, ഇസ്ലാമിക തീവ്രവാദമായാലും കൊള്ളാം, ജൂയിസ് പരമ്പരയായാലും കൊള്ളാം, അതിനെ സംബന്ധിച്ചേക്ക് അതല്ലാതെ കൊണ്ട് മറ്റൊരു സംവിധാനത്തിനെ അവർക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ സാധാരണ ഇപ്പൊ ഭാരതീയ ദർശനപ്രകാരം ഇതുകൂടിയുണ്ട്, നമ്മൾ ശരിയാണ്, നമ്മൾ കൂടി ശരിയാണെന്ന് മാത്രമേ പറയാറ്. എന്ന് വെച്ചാൽ മറ്റുള്ള തെറ്റാന്നാരും പറയാറില്ല. ഇവിടെ നമുക്ക് സാധാരണ ഇതിൽ 1599 കേരളത്തിൽ ഉദയംപേരൂർ സുനഹദോസ് വന്നത്. ആ സുനഹദോസിന് മുമ്പ് ഒരു വീട്ടിൽ തന്നെ ഇവിടെ രാമൻ ഉണ്ടായിരുന്നു, ഇവിടെ ജോസഫ് ഉണ്ടായിരുന്നു, ഇവിടെ അബൂബക്കർ ഉണ്ടായിരുന്നു. ഒരു പ്രശ്നമായിരുന്നില്ല. ഈ പ്രശ്നമായിട്ട് കൊണ്ടുവന്നത് ഉദയംപേരൂർ സുനഹദോസാണ്. ഉദയംപേരൂർ സുനഹദോസിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച പ്രധാനമായിട്ട് പോർത്തുഗീസ് ബിഷപ്പുമാരാണ്. ആ പോർത്തുഗീസ് ബിഷപ്പ് അങ്കമാലി ബിഷപ്പായിരുന്നു, ഞങ്ങളുടെ പേരിയെ മറന്നുപോയി. അയാൾ വന്നിട്ടാണ് ഈ ഉദയംപേരൂർ സുനഹദോസ് നടത്തിയത്. അതിനുശേഷമാണ് കാനൂൻ നിയമപ്രകാരം ക്രിസ്ത്യാനികൾ തന്നെയായിട്ട് ജീവിക്കണം, അവർ പള്ളിയിൽ സ്ഥിരമായിട്ട് പോകണം, അവർ മറ്റുള്ളവരായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്ന് ഇവരാണ്. എന്ന് മാത്രമല്ല മുസ്ലിങ്ങൾ ചില സ്ഥലത്ത് മുസ്ലിം സ്വാധീനം ഉണ്ടായിരുന്നു. ആ സ്ഥലത്താണ് ഇവർ ഒരു കയ്യിൽ ബൈബിളും മറുകയിൽ തോക്കുമായിട്ട് പോയിട്ട് ഇവർ കുരിശുയുദ്ധം നടത്തിയത്. അങ്ങനെ വ്യാപകമായിട്ട് ഇവർ ആളുകൾ കൊന്നിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് കേരളത്തിലെടുക്കുന്ന ഒരു സമീപനമല്ല ഒരു വിദേശ രാജ്യങ്ങൾക്ക് എടുത്തത്, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. അവിടെയെല്ലാം ഒരു വലിയ ഒരു അക്രമത്തിന്റെ ഭാഷയാണ് ഉപയോഗിച്ചത്. അവരുടെ കുരിശുദ്ധം അതിന്റെ ഭാഗമായിട്ടാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്തത് ജെസ്യൂട്ട് പാതിരിമാരാണ്. ആ ജെസ്യൂട്ട് പാതിരിമാരാണ് നേതൃത്വം കൊടുത്ത് അവർ ആയിരക്കണക്കിന് ആളുകൾ അവർ കൊന്നിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനമായിരുന്നു സിറിയയിൽ സംഭവിച്ചത്. പിന്നെ പിൽക്കാലത്ത് നമ്മൾ കാണുന്ന സിറിയയില് 98% വരുന്ന ആളുകൾ ക്രിസ്ത്യാനികളായിട്ട് മാറിയിരുന്നു. ആ മാറിയ ആളുകളെല്ലാം തിരിച്ചുപോയി, അവരെല്ലാം മുസ്ലിമായി. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു പാരമ്പര്യം ക്രൈസ്തവ ജനതയെ സംബന്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ ശരിക്കും അങ്ങനെയാണ്. കേരളത്തിൽ ഞാനിടയ്ക്ക് ഒരു ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു, 1957 നടന്നൊരു വിമോചന സമരം, അത് EMS സർക്കാരിനെതിരായിട്ടുള്ള സമരമാണ്. ആ സമരത്തിന് നേതൃത്വം കൊടുത്താരാ? ക്രൈസ്തവ സഭയാണ്. ആരെ കൂടെ നിന്നത്? NSS കൂടെ നിന്ന്. ഈ രണ്ടുപേരും തമ്മിൽ ക്രൈസ്തവ വിമോചന സമരം നടത്തിയല്ലോ. ഈ വിമോചന സമരത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം എന്തായിരുന്നു? വിദ്യാഭ്യാസ ബില്ല്. ആ വിദ്യാഭ്യാസ ബില്ല് ആരാ കൊണ്ടുവന്നേ? ജോസഫ് മുണ്ടശ്ശേരിയെ കൊണ്ടുവന്നേ. ഈ ജോസഫ് മുണ്ടശ്ശേരിയും ക്രൈസ്തവ സഭയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നൊരു ബില്ല് കൊണ്ടുവന്നത്. എനിക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. എൻ്റെ തെളിവ് അതിനകത്തുണ്ട്. അതിന് പറയാനുള്ള കാരണം, സാധാരണ നമ്മൾ ക്രിസ്ത്യാനികള് ഈ തരം ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ജോസഫ് മുണ്ടശ്ശേരിയെ എവിടെയാണ് അടക്കം ചെയ്യാം? ജോസഫ് മുണ്ടശ്ശേരി തെമ്മാടിക്കുഴി പോകണം. അദ്ദേഹത്തെ പോലെ ആ കാലത്തുണ്ടായിരുന്ന വിമർശന സാഹിത്യത്തിന്റെ പ്രമുഖനായിരുന്ന പ്രൊഫസർ MP പോൾ ഉണ്ടായിരുന്നു. ഇവർ MP പോളിനെ തെമ്മാടിക്കുഴിയിൽ അയച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ബില്ല് കൊണ്ടുവന്നിട്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ വിദ്യാലയങ്ങളെല്ലാം ഏറ്റെടുക്കാൻ തീരുമാനിച്ച ബില്ല് കൊണ്ടുവന്നിട്ടുള്ള ആളെന്നുള്ളതാണ് ജോസഫ് മുണ്ടശ്ശേരിയെ കുറിച്ചിട്ട് ഇവർ പറഞ്ഞത്. അതിനെതിരായിട്ടായിരുന്നു വിമോചന സമരം. അങ്ങനെ നടത്തുന്ന ജോസഫ് മുണ്ടശ്ശേരി തൃശ്ശൂരിൽ ലൂർദ് മാതാ പള്ളി സിമിത്തേരിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. ബിഷപ്പ് അടക്കം ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഒരു സമയത്ത് എങ്ങനെയാ മുണ്ടശ്ശേരി ക്രൈസ്തവ സഭയ്ക്കെതിരാവുക? മറിച്ച് കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തെ മുൻനിർത്തിക്കൂടെ നടത്തിയിട്ടുള്ള
വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത് കേരളത്തിലെ ക്രൈസ്തവ സഭയാണ്. ക്രൈസ്തവ സഭ ആ സമയത്തുണ്ടായിട്ടുള്ള നറേഷൻ പ്രധാനമായിട്ട് ഇവര് മുണ്ടശ്ശേരി മാസ്റ്റർ ബില്ല് പ്രകാരം വിദ്യാലയങ്ങൾ ഏറ്റെടുക്കുന്നു. ഇത് മുണ്ടശ്ശേരി മാസ്റ്റർ തന്നെ സൂത്രപ്പണിയാ എന്നും പറയേണ്ടതെന്നും അല്ലാതെ വേണ്ടതും. പക്ഷെ അങ്ങനെ ഒരു പ്ലാൻ അതിനകത്തില്ല. മറിച്ച് ശമ്പളം അവരതിനുശേഷം വരുത്തി തരുന്ന സംഗതി ക്രൈസ്തവ മാത്രമല്ല എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ശമ്പളം സർക്കാർ കൊടുക്കും. ഇപ്പൊ അങ്ങനെയാണല്ലോ. ആ ശമ്പളം സർക്കാരിനെ ഇന്ന് വാങ്ങിക്കുകയും നിയമനം മാനേജ്മെന്റ് നടത്തുകയും ചെയ്യും. എന്ന് വെച്ചാൽ കൈക്കൂലി മാനേജ്മെന്റ് മേടിക്കും. അതിന് മാറ്റമൊന്നുമില്ല. നിയമനം മുഴുവൻ സർക്കാർ മുഴുവൻ ശമ്പളം കൊടുക്കണം. അങ്ങനെ സർക്കാർ ശമ്പളം കൊടുക്കുന്ന 1,00,000-ഓളം വരുന്ന ക്രൈസ്തവ അച്ഛന്മാരും അതുപോലെ കന്യസ്ത്രീകളും കേരളത്തെ സംബന്ധിച്ചുണ്ട്. കേരളത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക പരാധീനതകളിലൊന്ന് ഇവരാണ്. 45,000 കോടി റുപ്യയാണ് ഒരു വർഷം ഇവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത്. കേരളത്തിലെ സാമ്പത്തിക ഘടന 71,000 കോടി എന്നാ എന്റെ ധാരണ. ബാക്കി 26,000 കോടി ബാക്കിയുള്ളു. ബാക്കി ഇവര് സൃഷ്ടിച്ചതാണ്. ലോകത്തിൽ നിങ്ങൾ കേരളമല്ലാതെ കണ്ട് ഒരു സംസ്ഥാനത്ത് ഈ തരത്തിൽപ്പെട്ട സർക്കാർ ശമ്പളം കൊടുക്കുക, നിയമനം സ്വകാര്യ ഏജൻസികൾ നടത്തുക, അത് വേറെ എവിടെയുള്ളേ? ഇത് കൃത്യമായിട്ട് ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്നാണ്. 957 കൊണ്ടുവന്നാണ്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ മറവിൽ കൊണ്ടുവന്നാണ്. അതാണ് ഈ അവിഹിത ബന്ധം, അവിശുദ്ധ ബന്ധം, അവിഹിത ബന്ധം എന്ന് വിളിക്കുന്നത് ശരിക്കും അതിനെയാണ്. അപ്പൊ ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണ്ടേ? ഇതാണോ ആ ഭീകരത? ഇതിനെയാണ് ഭീകരത എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ പണം സുരുക്കൂട്ടുന്ന ആളുകള്, പണം സംഭരിച്ചു കൂട്ടുന്ന ആളുകള്. ഇപ്പൊ കേരളത്തിലെ ക്രൈസ്തവ സഭയിൽ നിന്ന് എടുത്തു നോക്ക്. ഞാൻ ഭീകരതയുടെ നിരവധി ഉദാഹരണങ്ങൾ അവരുണ്ട്. ഇപ്പൊ ഇവിടുത്തെ എറണാകുളത്ത് തന്നെ പ്രധാനപ്പെട്ട സംഭവം, ഇവിടുത്തെ ഒരു ബിഷപ്പും ആർച്ച് ബിഷപ്പും മറ്റൊരു വൈദികനും തമ്മിൽ തർക്കം. ആ വൈദികന് സഹായമത്രനാക്കിയില്ല എന്നുള്ളതാണ് തർക്കത്തിന്റെ തുടക്കം. അങ്ങനെയുള്ള അദ്ദേഹം പരാതി കൊടുത്തിട്ടാണ് 28 കോടിക്ക് ഭൂമി വിൽക്കുന്നു, 10 കോടി കണക്കിൽ കാണിക്കുന്നുള്ളൂ. അതൊരു പ്രശ്നം. രണ്ടാമത് ഈ പറയുന്ന ബിഷപ്പിന്റെ പേരില് സ്വന്തമായിട്ട് ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടാക്കി ആരാന്നുള്ളത് ഞാൻ പറയുന്നില്ല. അതിന് പേരിൽ ഒരു പാവപ്പെട്ട പയ്യൻ 21, 22 ദിവസം ജയിലിൽ കിടന്നു. ഇത് ചെയ്യുന്ന ക്രൈസ്തവ പാതിരിമാരാണ്. കേരളത്തിലെ ക്രൈസ്തവ പാതിരിമാരുടെ പങ്കാളിത്തം ഇത്തരം കാര്യങ്ങൾ വളരെ വളരെ വലുതാണ്, ചെറുതല്ല. അതായത് ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടാക്കുക, അത് സ്വന്തം പിതാവിന്റെ പേരില്, ഞാൻ പിതാവ് എന്നുള്ള വാക്കിനെ ഉപയോഗിക്കട്ടെ, ആ പിതാവിന്റെ പേരിൽ സ്വന്തം ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടാക്കുക. ഇത്തരം നീചപ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് പറ്റൂല. ഇവിടുത്തെ ചുമട്ടുതൊഴിലാളിയെ ചെയ്യില്ല, ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരനെ ചെയ്യില്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ BJP-കാരനോ അത് ചെയ്യില്ല. മറിച്ച് ലോ ഹൈറ്റുള്ള ആളുകളില്ലേ, അവർ ഇത്തരം കലാപരിപാടികൾ നടത്തുന്നതിൽ വളരെ എക്സ്പെർട്ടാണ്. കാരണം അവർക്ക് ഒരു ശുദ്ധതയുടെ വലിയൊരു പത്രമുണ്ട്. ഇപ്പൊ കേരളത്തിലെ ഏകദേശം ഒരു 10 പേരും വരുന്ന കന്യാസ്ത്രീകൾ മരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ മറ്റൊരു വശം പറയാം. ഇതിനിടയിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, എളുപ്പമാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് ഇപ്പം നന്ദഗോവിന്ദം ഭജൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് ചോദിച്ചത്. അല്ല, അങ്ങനെ ഒരുപക്ഷെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അതിനകത്ത് 2 തരത്തിലുണ്ട്. ഒന്ന്, സാധാരണ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കുന്നു, പിന്നെ ക്രിസ്ത്യാനികളെ മറിച്ച് ജിഹാദികൾക്ക് വിൽപ്പന നടത്തുന്നു. ഇത് വലിയ പങ്കാണ് ഇവർക്കുള്ളത്. ഇപ്പൊ ക്രിസ്ത്യാനികള് ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തൽ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ എളുപ്പമാണ്. കാരണം എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില ഹിന്ദുക്കളെ കിട്ടും. അതിനിപ്പോ ഏത് ഭജന സെറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പൊ ആരെ വേണമെങ്കിലും പണം കൊടുത്താൽ കിട്ടാവുന്നൊരു ലോകമാണ് ഇന്നിപ്പോ ഇത്. ഇവിടെ പണം കൊടുത്ത് പലരെയും അതിനുവേണ്ടി അവരുടെ പാട്ടുകൾ പഠിക്കുക, അതിന് ക്ഷേത്രത്തിന്റെ സങ്കേതങ്ങൾ വിനിയോഗിക്കുക, ഇങ്ങനെയെല്ലാം ചെയ്യാൻ ഇവർക്ക് സാധിക്കും. അല്ല, അത് മാത്രമല്ല, യേശുദേവനോട് ഹിന്ദുക്കൾക്കുള്ള ആരാധന വർദ്ധിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാധന വർദ്ധിക്കില്ല, ആരാധനയൊന്നും ആരോടും വർദ്ധിക്കുന്നില്ല. ഈ ആരാധനയുടെ പേരിൽ ചില ആളുകൾ പണം വാങ്ങിച്ച് നടത്തുന്ന ചില കുൽസിത പ്രവർത്തനം, ചില അഡ്ജസ്റ്റ്മെന്റ്സ്, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ ആളുകൾ ജിഹാദികൾക്കാണ് വിൽക്കുന്നത്. ഇപ്പൊ ഞാൻ വേറെ ഒന്ന് ചോദിക്കട്ടെ, ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തി പല സ്ഥലത്ത് ആളുകളെ കൂട്ടി, ഈ ആളുകൾക്ക് ഇപ്പൊ എവിടെയുള്ളേ? അവർക്ക് ജിഹാദികളുടെ കൂടെയാണോ? ഇപ്പൊ കേരളത്തിൽ നിന്ന് സിറിയയിലേക്ക് ആട് മേയ്ക്കാൻ പോയിട്ടുള്ള ക്രൈസ്തവ പെൺകുട്ടി ഉണ്ടല്ലോ, ക്രൈസ്തവ സഭയുടെ അഭിപ്രായം അവരെ കുറിച്ച് എന്താ? അവർ പോയല്ലോ, അവർക്ക് യാതൊരു വേദന ഉണ്ടായില്ലല്ലോ. സോണിയ സെബാസ്റ്റ്യന്റെ പോക്കില് എറണാകുളത്തെ ക്രൈസ്തവ സഭയുടെ അഭിപ്രായം എന്താണ്? ഇവർക്ക് അഭിപ്രായമൊന്നുമില്ലല്ലോ. ഇവരായ സമയത്ത് മറ്റേ ആരോ പറയുന്നവര് തല മണ്ണിൽ പുഴുത്തി വെച്ച് കിടക്കുക, ഇതിനെക്കുറിച്ച് അറിയാതെ കണ്ട്. ഈ തരം ചില നീച പ്രവർത്തനങ്ങൾ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാവുന്ന പള്ളുരുത്തിക്കടുത്ത്
ഒരു ക്രൈസ്തവ ദേവാലയത്തില് ഇതിന്റെ തട്ടമിടുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. സെന്റ് റീത്തോസ് എവിടെയായിരുന്നു? ബിഷപ്പ് എവിടെയായിരുന്നു? അയാളുടെ പണി എന്താ വേറെ? ഈ പറയുന്ന ആളുകൾ അവരുടെ നിലപാടുകൾ എന്തായിരുന്നു? അവരാരെങ്കിലും പള്ളിക്കാരുടെ കൂടെ നിന്നിട്ടുണ്ടോ? ഈ പറയുന്ന സ്കൂളുകാരുടെ കൂടെ നിന്നോ? അവർ നിന്നില്ലല്ലോ. ആരവരുടെ കൂടെ നിന്നത്? ദേശീയ പ്രസ്ഥാനങ്ങളാണ് നിന്നത്. കാരണം ഒരു സ്കൂളിൽ ഒരു യൂണിഫോം വേണം. ആ യൂണിഫോം തീരുമാനിക്കേണ്ടത് സ്കൂളിന്റെ അധികൃതരാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിനകത്ത് സ്വന്തം മത ചിഹ്നങ്ങള് പ്രചരിപ്പിക്കാൻ വരുന്നത് തീവ്രവാദികളുടെ, ജിഹാദികളുടെ തന്ത്രത്തിന്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചുകൊണ്ട് നിർഭാഗ്യവശാൽ അതിനെ സംബന്ധിച്ച് ക്രൈസ്തവ സഭയ്ക്ക് അഭിപ്രായമില്ല. ഞാൻ മറ്റൊന്നും കൂടി പറഞ്ഞേക്കാം. ഇപ്പൊ മൂവാറ്റുപുഴയിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിയല്ലോ. മാഷിന്റെ കൈവെട്ടി. മാഷ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരുടെ ചോദ്യം എടുത്തു കൊടുത്തേ? PT കുഞ്ഞുമുഹമ്മദിന്റെ പുസ്തകത്തിന്റെ ഒരു ഭാഗം എടുത്താണ് കൊടുത്തത്. അതിനകത്ത് ഒരു കുട്ടീന്റെ പാഠഭേദങ്ങളൊക്കെ വരുത്തി. ആ കുട്ടി ഒരു മുസ്ലിം കുട്ടി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസാനം ഇദ്ദേഹത്തിന്റെ കൈവെട്ടികളെയാണ് തീവ്രവാദികളായിട്ടുള്ള ആളുകൾ. എവിടെയായിരുന്നു കേരളത്തിലെ ക്രൈസ്തവ സഭ? ക്രൈസ്തവ സഭ തീവ്രവാദികളുടെ കൂടിയായിരുന്നു. അവർ ജിഹാദികളുടെ കൂടിയായിരുന്നു. അവർ ജോസഫ് മാഷിനെതിരായിരുന്നു. ജോസഫ് മാഷ് ജോലി കളഞ്ഞ് ന്യൂമാൻസ് കോളേജില് ജോലി കളഞ്ഞ് കേരളത്തിലെ ക്രൈസ്തവ സഭയാണ്. അവസാനം നിവൃത്തികെട്ട് സാമ്പത്തികമായുള്ള പരാധീനത കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സലോമി ആത്മഹത്യ ചെയ്തു. എവിടെയായിരുന്നു ഇവിടുത്തെ ബിഷപ്പ്? ഈ ബിഷപ്പ് ആ സമയത്ത് എവിടെയായിരുന്നു? ഇവിടുത്തെ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നത്? ഈ ലോഹയ്ക്കിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. ഈ ലോഹയിട്ട് നടക്കുന്ന ആളുകളുമൊക്കെ ഈ പറയുന്ന തീവ്രവാദികളുടെ കൂടെയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവരാരും സാധാരണ ക്രിസ്ത്യാനിയുടെ വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല. എന്റെ പ്രധാനപ്പെട്ട പ്രശ്നം തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിലെ ക്രൈസ്തവ സഭയും കേരളത്തിലെ ക്രൈസ്തവരും രണ്ടും രണ്ട് തട്ടിലാണ്. കേരളത്തിലെ ക്രൈസ്തവരും ക്രൈസ്തവ സഭയും രണ്ട് തട്ടിലാണ്. ക്രൈസ്തവ സഭ സമ്പത്ത് കുന്നുകൂടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് കേരളത്തിലെ ക്രിസ്ത്യാനിയില്ലേ, അവരൊരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിലാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിലാണ് അവര്. അതായത് സഭ ഒരു സ്വേച്ഛാധിപത്യ ഇമ്പീരിയലിസ്റ്റ് മനോഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത്. സഭ ഇമ്പീരിയലിസ്റ്റ് മനോഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവർ സമ്പത്ത് സ്വരുക്കൂട്ടാനുള്ള പരിശ്രമത്തിലാണ്. അവർക്ക് പണത്തിനോടാണ് താല്പര്യം. എത്ര ഏക്കർ ഭൂമി അവർക്ക് ഇന്ത്യയിൽ എമ്പാടുള്ളത്? ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കേരളത്തിൽ മാത്രം അവർക്കുള്ളത്. 7500 വിദ്യാലയങ്ങൾ കൂടിയിട്ട് അവർ സ്വത്തിന്റെ കണക്കവരെന്ന് വെളിപ്പെടുത്തട്ടെ. പല വിദ്യാലയങ്ങൾക്കും 20 ഏക്കർ അധികം സ്ഥലമുണ്ടല്ലോ. 10-20 ഏക്കർ സ്ഥലമാണ് ഓരോരുത്തർക്കുള്ളത്. അങ്ങനെയുള്ള 10,000-കണക്കിന് ഏക്കർ ഭൂമിയുള്ള, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയുള്ള ക്രൈസ്തവ സഭ, ഈ സഭാ നേതൃത്വം ചെയ്യുന്നത് സമ്പത്ത് സ്വരുക്കൂട്ടാൻ വേണ്ടിയിട്ടാണ്. മറിച്ച് സാധാരണ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് സാധാരണ ക്രിസ്ത്യാനി വലിയ ബുദ്ധിമുട്ടിലാണ്. ഞാൻ ചെറിയ ഒരു അവസാനത്തിന് ഉദാഹരണം കൊണ്ട് പറഞ്ഞാല്, നമ്മളിപ്പോ വഖഫിന് നിയമം നമ്മൾ കേട്ടു. ഞാൻ ക്രൈസ്തവ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എനിക്ക് അതിനകത്ത് സംശയം, അതിൽ 3ാമത്തെ ഭേദഗതി വരുത്തിയത് 2013 ഈ 13 വരുത്തിയ ഭേദഗതി കേരളത്തിലെ ബിഷപ്പുമാർക്ക് അറിഞ്ഞൂടെ? ആർച്ച് ബിഷപ്പായിട്ടുള്ള ക്ലീമസിന് അറിഞ്ഞൂടെ? ആലഞ്ചേരിക്ക് അറിഞ്ഞൂടെ? ഇവിടെയുള്ള പോൾ തേലക്കാട്ടിന് അറിഞ്ഞൂടെ? എല്ലാ ബിഷപ്പുമാർക്കും അച്ഛന്മാർക്കും ഇത് അറിയാം. പക്ഷെ അവരാരും ക്രൈസ്തവ സഭയുടെ ക്രിസ്ത്യാനികളുടെ കൂടെയല്ല അവർ നിന്നത്. അവര് നിന്നത് ആ സമയത്ത് തീവ്രവാദികളുടെ കൂടെയാണ്. വഖഫിന്റെ കൂടെയാണ് അവർ കൂടെ നിന്നത്. ആ വഖഫിന്റെ കൂടെ നിന്നിട്ട് 610 കുടുംബങ്ങള് കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആയ സമയത്ത് ഈ നിയമത്തിന് വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തിയിട്ടുള്ള ആളാണ് ഹൈബീഡൻ. ഈ വഖഫിന്റെ നിയമം പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട്. അതിലൂടെ വഖഫുകാരൻ തീരുമാനിക്കുന്ന ഭൂമി വഖഫിന്റെ ആണെന്ന് പറഞ്ഞ ഹൈബീഡിന്റെയും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെയും കൂടെ നിന്ന് അതിന്റെ ഇലക്ഷന്റെ ഏജന്റുമാരായിട്ട് പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ ബിഷപ്പ്മാര്. അപ്പൊ ബിഷപ്പ്മാരെ സംബന്ധിച്ച് തീവ്രവാദമോ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ അവർക്ക് അത്ര പുത്തിരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വം അവരും ഒരു തരത്തിൽ ഭീകരവാദികളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം എന്നെ സംബന്ധിച്ചില്ല.